അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ലോട്ടറി ഗസിങ് വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ൻ്റെ ഒരു ട്രിക്ക് തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരുപാട് നമ്പറുകൾ 9ൻ്റെ നമ്പറുകൾ എങ്ങനെ എഴുതി വെക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഏതൊരു നമ്പറിനെ 9 കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന നമ്പർ, അതാണ് 9ൻ്റെ നമ്പർ. അപ്പോൾ അങ്ങനെ 9ൻ്റെ നമ്പറുകൾ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് എന്താണ് ഉപകാരം എന്നുള്ളത് ഞാൻ ഇനി ഒരുപാട് ഐഡിയകൾ അതിൽ പറയാനുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിലൊരു ചെറിയൊരു ട്രിക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 9ൻ്റെ നമ്പറുകൾ മാത്രം നിങ്ങൾക്കറിയാലോ തിരഞ്ഞ് കണ്ടുപിടിക്കുക ഫാക്സിൽ. ഇപ്പോൾ ഇത് കണ്ടില്ലേ 24 30 എന്ന് പറയുമ്പോൾ ഇതൊരു 9ൻ്റെ നമ്പറാണ്. 4 3 7 9 കണ്ടില്ലേ, ഇതൊരു 9ൻ്റെ നമ്പറാണ്. അപ്പോൾ 9ൻ്റെ നമ്പറുകൾ ഒരുപാട് അടിച്ചു പോകുന്നുണ്ടല്ലോ. ഇത് കണ്ടില്ലേ 10 17, അതായത് 7 8 8 9, ഇങ്ങനെ 9ൻ്റെ നമ്പറുകൾ മാത്രം നമ്മുടെ ഈ ഫാക്സിൽ നിന്ന് തിരഞ്ഞ് കണ്ടുപിടിക്കുക. ഇത് കണ്ടില്ലേ 43 20, 4 3 7 7 9, 9ൻ്റെ നമ്പർ. അങ്ങനെ കറക്റ്റ് 9 തന്നെ വന്ന് കാണുന്നില്ല. ഞാൻ പറഞ്ഞിട്ട് 27 കിട്ടിയാലും അത് 9ൻ്റെ നമ്പറാണ്, 18 കിട്ടിയാലും 9ൻ്റെ നമ്പറാണ്. അപ്പോൾ അങ്ങനത്തെ ഈ നമ്പറുകളൊക്കെ കൂട്ടുമ്പോൾ 9ൻ്റെ നമ്പർ കിട്ടുമ്പോൾ അങ്ങനത്തെ നമ്പറുകൾ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു ട്രിക്ക് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് മാത്രമല്ല, ഇനി ഒരുപാട് ട്രിക്ക് ഉണ്ട്. അതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം നിങ്ങൾ 9ൻ്റെ നമ്പറുകളൊക്കെ എഴുതി വയ്ക്കുക. അതിനുശേഷം നിങ്ങൾക്ക് 9ൻ്റെ നമ്പർ കണ്ടാൽ മനസ്സിലാവും വേണം, കൂട്ടി നോക്കിയാൽ അറിയാമല്ലോ. അപ്പോൾ നമുക്ക് ഈ നമ്പറൊന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ 43 20 24 30, ഒരു നമ്പർ നമ്മൾ 24 ബ്ലോക്കാക്കി തിരിക്കാൻ പറ്റുമെന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒരുപാട് നാളുകൾക്ക് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഒരു നമ്പർ 24 ബ്ലോക്കാക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ അതിൽ ഏത് ബ്ലോക്കിൽ വടി വരും എന്നുള്ളതൊക്കെ അതും ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്തു തരാം. ഇപ്പോൾ നമ്മൾ ഒരു നമ്പർ തന്നെ ഒരു ദിവസം ചിലപ്പോൾ പല രീതിയിൽ അടിച്ചിട്ടുണ്ടാവും. 24 30 43 20, അതുപോലെ നോക്കുകയാണെങ്കിൽ ആ നമ്പർ വേറെ രീതിയിൽ പിന്നെ അടിച്ച് പോയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണെന്ന് നോക്കുക. ഇപ്പോൾ 24 30 ആണോ വലുത്, 43 20 ആണോ വലുത് നോക്കുക. അപ്പോൾ ഇതിൽ 43 20 ആണ് വലുത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ 43 20 എന്താ ചെയ്യേണ്ടത് കാണിച്ചു തരാം. ഇപ്പം 43 20, ഈ 9ൻ്റെ നമ്പറിനൊക്കെ ഒരു നമ്പർ കയറ്റിയിട്ടാൽ മതി. അതായത് ഈ 4 എന്നുള്ളത് നമുക്കൊന്ന് 5 ആക്കാം, 3 നമുക്ക് 4 ആക്കാം, 2 നമുക്ക് 3 ആക്കാം, 0 കഴിഞ്ഞാൽ നമുക്ക് 0 തന്നെ നമുക്ക് 1 ആക്കാം. അതായത് ഈ ഒരു നമ്പറിൻ്റെയൊക്കെ ഓരോ നമ്പർ കയറ്റിയിട്ട് ഇവിടെ എഴുതുക. മനസ്സിലായി? 4 5 ആവുക, 3 4 ആക്കുക, 2 3 ആക്കുക, 0 1 ആക്കുക. നമുക്ക് ഈ കിട്ടിയൊരു നമ്പർ 54 31 ആണ്. അതായത് 9ൻ്റെ നമ്പറുകൾ മാത്രം കണ്ടുപിടിച്ച് ഇങ്ങനെ ഒരു നമ്പർ കയറ്റിയിട്ട് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഇത് അടിച്ചിട്ടുള്ളത് 18-ാം തീയതിയാണ് കേട്ടോ. ഞാൻ കാരണം ഒരുപാട് റിസൾട്ടുകൾ പഴയതിൽ പോയി നോക്കും. അതായത് അങ്ങനെ നോക്കിയിട്ട് ഇത് വരുന്നുണ്ടോ ഇല്ല എന്നുള്ളത് അറിയാനാണ് ഈ പഴയ റിസൾട്ടുകൾ നോക്കുന്നത്. പിന്നെ ഒരാഴ്ചത്തെ റിസൾട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുമില്ല. അപ്പോൾ നമുക്ക് ഈ നമ്പർ ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇതാണ്. ഇത് നമുക്ക് നോക്കി നോക്കാം 24 30. ഈ 24 30 നമുക്ക് ഞാൻ നോക്കി 24 30. ഇവിടെ നമുക്കിതിനെ 2 എന്നുള്ളത് 3 ആക്കി, 4 എന്നുള്ളത് 5 ആക്കി, 3 എന്നുള്ളത് 4 ആക്കി, 0 എന്നുള്ളത് 1 ആക്കി, 35 41 ആണ്. ഇതിൽ ഏത് നമ്പറാണ് ഞാൻ വന്നിട്ടുള്ളത് നോക്കി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വലിയ നമ്പറിലാണ്. അതായത് ഒരേ നമ്പർ തന്നെ 2 3 പ്രാവശ്യമൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ റിസൾട്ടിൽ, അപ്പോൾ അതിൽ വലിയ നമ്പറിൻ്റെയാണ് അടിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ അവിടെ കാണിച്ചു തരാം. 18-ാം തീയതിയിൽ 18-ാം തീയതി കഴിഞ്ഞിട്ട് ഇവിടെ 18 കഴിഞ്ഞ് 19 20-ാം തീയതിയിൽ കറക്റ്റായിട്ട് കണ്ടില്ലേ 20-ാം തീയതിയിൽ 54 31 അടിച്ചിട്ടുണ്ട്, 54 31 അടിച്ചിട്ടുണ്ട്. അപ്പോൾ 20-ാം തീയതിയിൽ അത് കറക്റ്റായിട്ട് അടിച്ചിട്ടുണ്ട്. നമുക്ക് വീണ്ടും വേറൊരു നമ്പർ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇത് നമുക്ക് നോക്കാം. 18-ാം തീയതിയിൽ തന്നെയാണ്. അതായത് ഇപ്പോൾ 11 25, ഈ 11 25 വേറെ ബ്ലോക്കിലൊക്കെ അടിച്ചിട്ടുണ്ടോ ഞാൻ നോക്കി, അത് അടിച്ചിട്ടില്ല. അപ്പോൾ 11 25 എന്നുള്ള ഈ ഒരു നമ്പറിനെ നമുക്ക് 1 എന്നുള്ളത് 2 ആക്കി, 1 2 തന്നെയാണ്, ഇവിടെ 2 3 ആണ്, 5 6 ആക്കി, 22 36 എന്നുള്ള ഒരു നമ്പറും 2 ദിവസം കഴിഞ്ഞപ്പോൾ കറക്റ്റായിട്ട് 22 36. ഇതേ ഒരു ദിവസം കഴിഞ്ഞു 22 36 വന്നിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ കറക്റ്റായിട്ട് ഇവിടെ 22 36 വന്നിട്ടുണ്ടായിരുന്നു. 2 അല്ല, മൂന്നാമത്തെ ദിവസം തന്നെയാണ് വന്നിട്ടുള്ളത്. അതായത് 22 36 എന്നുള്ള നമ്പർ കറക്റ്റായിട്ട് മനസ്സിലായി. 22 36 മൂന്നാമത്തെ ദിവസമാണ്. പക്ഷേ ആ നമ്പർ കറക്റ്റായിട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ഇപ്പോൾ നമുക്ക് ഇതിന്ന് കിട്ടി ഈ ഒരു നമ്പർ നമുക്ക് നോക്കി നോക്കാം. ഇതിൽ തന്നെ 13 77, ഈ 13 77 എന്നുള്ളതും ഒരു 9ൻ്റെ നമ്പറാണ്. 13 77 ഉണ്ട്, 7 7 14, 14 3 17 18, 18 എന്ന് പറയുമ്പോൾ 8 1 9ൻ്റെ നമ്പറാണ്. അപ്പോൾ ഈ നമ്പർ നമുക്ക് നോക്കി നോക്കാം. 13 77. അപ്പോൾ ഈ 1 നമുക്ക് 2 ആക്കി, 3 നമ്മൾ 4 ആക്കി, 7 നമ്മൾ 8 തന്നെയാണ്, 7 8 തന്നെ. നമുക്ക് കിട്ടിയത് 24 88 ആണ്.
ഇത് 21-ാം തീയതിയിൽ 1377 വന്നിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം. 21-ാം തീയതി കഴിഞ്ഞ് 22 2588 5088 പക്ഷേ 2488 ഞാൻ കണ്ടു. 2 ദിവസം കഴിഞ്ഞപ്പോൾ കറക്റ്റായിട്ട് 24 88 2489. ഇവിടെ 21-ാം തീയതിയാണ്, ഇത് 23-ാം തീയതിയാണ്, അതായത് 2-ാം ദിവസം. അതും അങ്ങനെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് നോക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നമ്പറുകൾ ഞാനിങ്ങനെ അടിച്ച് പെറുക്കി. ഇപ്പോൾ നമുക്ക് പഴയ, പിന്നെ അത് മാത്രമല്ല നമ്മൾ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടി ഉണ്ട് ഇതിൽ. അതായത് നമ്മൾ ഒരു നമ്പർ ഇപ്പോൾ നമ്മൾ 6 ബ്ലോക്ക് ആക്കും. ഒരു 3 അക്ക നമ്പർ നമ്മളൊരു 6 ബ്ലോക്ക് ആക്കുമല്ലോ. ആ 6 ബ്ലോക്കിൽ ഏത് ബ്ലോക്കിലാണ് അടി വരുന്നത് എന്ന് അറിയുന്നില്ല, അല്ല ഏത് ബ്ലോക്കിലാണ് വരുന്നത് എന്നുള്ളത് അറിയുന്നില്ല. അപ്പോൾ അതും കൂടി നമുക്കിതിൽ നോക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഈ പറഞ്ഞതുപോലെ 9ൻ്റെ നമ്പറിൽ തന്നെ വെച്ചിട്ട് ഞാൻ കാണിച്ചില്ല. ഇപ്പോൾ 1377 ഇത് നോക്കുന്ന ആൾ 1377 അടിച്ചിട്ടുള്ള തന്നെ, അതൊരു 9ൻ്റെ നമ്പർ തന്നെയാണ്. അതിനെ നമ്മൾ 1377, അതായത് ഈ ഒരു 3 നമ്പറിന് നമ്മൾ എന്തായാലും 6 ബ്ലോക്ക് ആക്കാൻ പറ്റും ഇല്ലേ. തുടക്കത്തിൽ ആ 3 നമ്പർ 6 ബ്ലോക്ക് ആക്കാൻ പറ്റും. അപ്പോൾ ഈ 1370ൻ്റെ ബ്ലോക്ക്, നെക്സ്റ്റ് ബ്ലോക്ക് ഇതിൽ ശരിക്കും പറഞ്ഞാൽ 1730ൻ്റെ ബ്ലോക്കാണ് വരുന്നത് അല്ലേ. നെക്സ്റ്റ് ഈ 1370 കഴിഞ്ഞാൽ അടുത്തത് 1730ആണ്. അത് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് 3170ൻ്റെ ബ്ലോക്കാണ് വരുന്നത് അല്ലേ. 3170ൻ്റെ ബ്ലോക്കാണ് വരുന്നത്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 9ൻ്റെ നമ്പർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങളതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കുക. 9ൻ്റെ നമ്പർ അടിച്ച് കഴിഞ്ഞാൽ, 9ൻ്റെ 4 അക്ക നമ്പർ അടിച്ച് കഴിഞ്ഞാൽ അതിൽ ഈ 3 അക്ക നമ്പറിനെ നെക്സ്റ്റ് ബ്ലോക്കാക്കി തിരിക്കുക. അതിലെന്തായാലും 2ാമത്തെ ബ്ലോക്കാന്ന് തോന്നുന്നുണ്ട്, എന്തായാലും അടി വരുന്നുണ്ട് 2ാമത്തെ ബ്ലോക്ക്. ഇങ്ങനെ ഇവിടെ നിന്ന് ഇത് മാക്സിമം 6 ബ്ലോക്ക് 6ആയിട്ട് തിരിക്കാനേ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ അടിച്ചോടത്ത് നിന്ന് നമ്മൾ തിരിച്ചെഴുതുമ്പോൾ നെക്സ്റ്റ് പിന്നെ നെക്സ്റ്റ്. അപ്പോൾ ഇതിൽ 2ാമത്തെ ബ്ലോക്കിൽ എന്തായാലും ലാസ്റ്റ് നമ്പർ മാറി അടിക്കുന്നു കയറി അടിക്കുന്നു എന്നൊക്കെ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. ഇപ്പോൾ ഇവിടെ 1377 അടിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് 8-നൊരു ചാൻസ് ഉണ്ട്. അത് ഇവിടെ 3178ലാണ് വന്നടിക്കുന്നത്. അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചാണ്. അപ്പോൾ 1377 അടിച്ചിട്ടുണ്ട്. അത് 2ാമത്തെ ദിവസമാണ് കേട്ടോ. ഒരു ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇവിടെ 3178 അടിച്ചിട്ടുള്ളത്. കണ്ടില്ലേ, 3178. അപ്പോൾ നമ്മളത് കറക്റ്റാണോ അല്ലേ എന്നുള്ളതും കൂടി നമ്മൾ നോക്കണം. ഇപ്പോൾ 1125 തന്നെയാണ്. അത് നമ്മൾ നോട്ട് ചെയ്ത നമ്പറാണല്ലോ 1125. ഇതിനെ നമ്മൾ ഈ ഒരു 3 അക്ക നമ്പറിനെ നെക്സ്റ്റ് ബ്ലോക്ക് ആക്കുമ്പോൾ നമുക്ക് നോക്കാം. 1125 അടിച്ചു പോയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിനെ എന്താ പറയുക, 1120ൻ്റെ ബ്ലോക്ക് കഴിഞ്ഞാൽ നെക്സ്റ്റ് 1210ൻ്റെ ബ്ലോക്കാണ് വരിക. 1210ൻ്റെ ബ്ലോക്ക്. അപ്പോൾ അതിൽ നമുക്ക് ഈ 5 എന്നുള്ളത് 6 ആക്കിയിട്ടാൽ മതി. ഇത് 2ാമത്തേന്. 3ാമത്തെ ഇത് കഴിഞ്ഞിട്ടുള്ളത് വരുന്നത് 2110ൻ്റെ ബ്ലോക്കാണ്. അതിൽ 6. ഇപ്പോൾ ഈ ഒരു നമ്പറാണ് എനിക്ക് കൂടുതലും അടിക്കുന്നത് 2ാമത്തേന് കേട്ടോ. ഇപ്പോൾ 2116, അതായത് 1125 അടിച്ചതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ 2116 കയറി അടിച്ചിട്ടുള്ളത് കണ്ടില്ലേ, സെക്കൻഡ് പ്രൈസിലാണ് 2116. അതായത് അങ്ങനെ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ലാസ്റ്റ് നമ്പർ മാറാതെ തന്നെ നമുക്ക് പിടിക്കാൻ പറ്റും. 2116 1125 അടിച്ച് പോയത് ഈ പറഞ്ഞ പോലെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ. നമ്മൾ 1125ൻ്റെ കാര്യം നമ്മൾ നേരത്തെ കാണിച്ചു തന്നില്ലേ, ആ ഭാഗത്ത് അടിച്ചതാണ്. അപ്പോൾ അങ്ങനെ 9ൻ്റെ നമ്പറുകൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് കറക്റ്റായിട്ട് വാച്ച് ചെയ്യുക. ആ 9ൻ്റെ നമ്പറിൻ്റെ ആദ്യത്തെ 3 നമ്പറുകൾ അടുത്ത നെക്സ്റ്റ് ബ്ലോക്ക് ആക്കുക. മനസ്സിലായില്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റും. ഈ 3 നമ്പറിനെ നമുക്ക് എന്താ പറയുക, നെക്സ്റ്റ് ബ്ലോക്ക് കറക്റ്റായിട്ട് തിരിച്ച് അതിൽ 2ാമത്തെ ബ്ലോക്കിലാണ് കൂടുതലും. ഇവിടെ 8 ആണെങ്കിൽ അവിടെ 9 കയറി അടിക്കുന്നതും, 7 ആണെങ്കിൽ അവിടെ 8 കയറി അടിക്കുന്നതും കറക്റ്റായിട്ട് 4 നമ്പർ വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി നോക്കുക. ഓക്കെ. പിന്നെ വേറൊരു സംഭവം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 9ൻ്റെ നമ്പർ വരുന്നു ശരിയല്ലേ. ഇപ്പോൾ 9ൻ്റെ നമ്പർ ഒരുപാട് വരുന്നുണ്ട്. നമുക്ക് എടുത്താൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല, എടുത്താൽ കിട്ടുകയും ചെയ്യാം. 9ൻ്റെ ഒരുപാട് നമ്പർ, ഇപ്പോൾ 1377 9ൻ്റെ നമ്പറാണ്. ഇപ്പോൾ 22 18 5000 അടിച്ചു പോയൊരു നമ്പറാണ്. 22 18 5000 അടിച്ചു പോയൊരു നമ്പറാണ്. പക്ഷേ ഇതൊരു 9ൻ്റെ നമ്പറല്ല. പക്ഷേ 9ൻ്റെ നമ്പർ എവിടെ നിന്നാണ് വരുന്നത്? ഇപ്പോൾ 1107 ഞാൻ ഇന്നലത്തെ വീഡിയോസിൽ കാണിച്ചു. 1107 5000 അടിച്ചു പോയ നമ്പറാണ്. ഇതൊരു 9ൻ്റെ നമ്പറാണ് അല്ല, 9ൻ്റെ നമ്പറാണ് ഇത്. അപ്പോൾ ഈ ഒരു 9ൻ്റെ നമ്പർ വരുന്നത് എങ്ങനെയാണെന്നും കൂടി നമുക്ക് നേരത്തെ ഞാൻ കാണിച്ചിരുന്ന ആ ഒരു ഐഡിയയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു നമ്പർ വരുന്നത്, ഈ 9ൻ്റെ നമ്പർ അടിച്ച് കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, ഈ ഒരു നമ്പറിനെ 1 നമ്മൾ 2 ആക്കി, വീണ്ടും 1 2 ആക്കി, 0 1 ആക്കി, 7 8 ആക്കേണ്ട. ഇവിടെ 22 18, അതായത് 9ൻ്റെ നമ്പർ വരുന്നതിന് മുന്നേ 22 18 ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് 9ൻ്റെ നമ്പറിലേക്ക്, കാരണം അതായത് ഏതൊരു 9ൻ്റെ നമ്പറിലും വേറൊരു നമ്പർ ഉണ്ടല്ലോ. അപ്പോൾ 1107 ഒരു 9ൻ്റെ നമ്പറാണ്. പക്ഷേ
ഈ 22-18 ഞാൻ നോക്കിയപ്പോൾ മുന്നേ 5000 അടിച്ച് പോയൊരു നമ്പറാണ് 22-18. അപ്പോൾ ഈ 22-18ഉം ഈ 22-18ഉം 11-0-7 തമ്മിലൊരു തിരിച്ചു മറിച്ച് കളിയുണ്ട്. മനസ്സിലായില്ലേ? അതായത് ഈ ഒരു നമ്പർ എങ്ങനെയാണോ അടിച്ചു പോകുന്നത് അതിനനുസരിച്ചിരിക്കും 11-0-7 വരുന്നത്. അല്ലാതെ നമ്മൾ ഇതിനെ കിടന്ന് തിരിച്ചും മറിച്ചും എടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടുന്നില്ല. കാരണം ഇത് തിരിച്ചും മറിച്ചും വരുന്നത് 22-18 ഇപ്പോൾ 81 എന്താ പറയുക, ഇപ്പോൾ 12-28 ആയിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്പർ 12-28 ആയിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കുക നിങ്ങൾ, ഈ സാധനം 1 എന്നുള്ളത് 0, ഇത് 1 കുറച്ച് 1, ഇവിടെ 1 കുറച്ച് 1, ഇവിടെ 1 കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ 7 കിട്ടുക. മനസ്സിലായില്ലേ? അപ്പോൾ ഈ അതായത് 11-0-7 എന്ന് പറഞ്ഞ ഈ ഒരു 9 നമ്പർ 0-1-17 ആയിട്ട് അടിച്ചു പോയിട്ടുണ്ടാവും. അതായത് 12-28 വന്നു കഴിഞ്ഞാൽ, അതായത് 12-28 ഏതൊക്കെ രീതിയിൽ അടിക്കുന്നു അതേപോലെ തന്നെ ഈ 0-1-17 അടിക്കുന്നുണ്ടാവും. അതെയോ, നമ്മൾ ഇതിവിടെ 0-1-17 അടിച്ച് കിടക്കുന്നുണ്ട്. പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ടതാണ്, അല്ലാതെ നോക്കി വെച്ച് പറയുന്നതല്ല. 0-1-17 അടിച്ചിട്ടുള്ള കണ്ടില്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നത് 12-20 ബ്ലോക്ക് 28 അടിച്ച് പോയിട്ടുണ്ടാവണം. അപ്പോൾ അതിനനുസരിച്ചിരിക്കും ഇതും തിരിയുന്നത്, ഇത് തിരിയുന്നതിനനുസരിച്ച് അതും തിരിയും. അപ്പോൾ നമുക്ക് ഒരു 9 നമ്പർ എവിടുന്നാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ഇതുപോലെ ഓരോ 9 നമ്പറിൻ്റെയും രണ്ടാമത്തെ നമ്പർ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് 13-27 എന്നുള്ളത് ഒരു 9 നമ്പറാണ്. ഇതിൻ്റെ വേറൊരു നമ്പർ എന്ന് പറയുന്നത് ഒരെണ്ണം കൂട്ടി 2, ഇവിടെ 4, ഇവിടെ 8, 24-88 നമ്മൾ കണ്ടാണല്ലോ. 24-88 ഞാൻ കാണിച്ചു തന്നില്ല. 13-77 അടിച്ചു, അത് 24-88 അടിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഈ 24-88 ഏതൊക്കെ രീതിയിൽ തിരിച്ചും മറിച്ചൊക്കെ വരുന്നുണ്ടോ അതിനനുസരിച്ചിരിക്കും 13-7-77 9 നമ്പർ തിരിച്ചും മറിച്ചും വരുന്നത്. അല്ലെങ്കിൽ ഇത് എങ്ങനെയാണോ തിരിച്ചും മറിച്ച് അടിച്ചിരിക്കുന്നത് അതേ റൊട്ടേറ്റിലായിരിക്കും ഈ നമ്പർ അടിക്കുന്നത്. അപ്പോൾ നമുക്ക് 9 നമ്പർ എവിടെ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? അപ്പോൾ ഈ ഒരു നമ്പർ ഏതൊരു 9 നമ്പറിൻ്റെയും പിന്നിൽ ഈ ഒരു നമ്പർ കാണും. ഈ ഒരു നമ്പർ ഏതൊക്കെ രീതിയിൽ അടിക്കുന്നുണ്ടോ അതേ രീതിയിൽ തന്നെയാവും ചിലപ്പോൾ ഇത് അടിച്ച് പോകുന്നുണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ബൈ ബൈ, സി യു. നമുക്ക് അടുത്ത വീഡിയോസിൽ, അതായത് 9 ട്രിക്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറഞ്ഞു തരാനുണ്ട്. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് ഞാനിതുപോലെ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ അത് നോട്ട് ചെയ്ത് വയ്ക്കുക. പക്ഷേ 9 നമ്പറുകൾ പരമാവധി എഴുതി വയ്ക്കുക. കുറച്ച് നമ്പർ ഉണ്ടാവുള്ളൂ, അതൊക്കെ എഴുതി വെച്ച് കറക്റ്റായിട്ട് ഓരോ ദിവസം റിസൾട്ട് പഠിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നോക്കിയും കണ്ടൊക്കെ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഇന്നത്തെ വില 50 രൂപയാണ്. ആ പൈസ എങ്ങനെയൊക്കെ പിടിക്കാൻ പറ്റും നമുക്ക്. ഓക്കെ, ബൈ ബൈ, സി യു.